ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് രാംദാസൻ നിന്നും ബ്രദർ കെ ബാബുവാണ്. രാംദാസിന് നമുക്ക് ഈ ലൈനിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെല്ലാം സുപരിചിതനാണ്. മാത്രമല്ല നമ്മളിൽ ഒരുവനാണ് താനും. ഈ പ്രയർ ലൈനെ സ്നേഹിക്കുകയും പ്രയർ ലൈൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്താവദാസൻ പലപ്പോഴും കടന്നു വന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. അത് നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസമായി തീരുന്നു, നമ്മുടെ പ്രത്യാശയെ വളർത്തുന്നു, നമ്മുടെ ദൈവസ്നേഹത്തെ അതൊന്ന് തട്ടി ഉണർത്തുന്നു. ഇങ്ങനെ പല അനുഭവങ്ങൾ നമുക്ക് തന്നിലൂടെ താൻ പാടുന്ന ഗാനങ്ങളിൽ കേൾക്കുമ്പോൾ ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു. ഇന്ന് രാത്രിയിലും തന്നിലൂടെ കേൾക്കുന്ന ഗാനം നമ്മുടെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കുമ്പോൾ രാംദാസൻ ബ്രദർ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിൽ എന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായയും ആത്മക്ലേശവുമെന്നു ശലോമോൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായയും ആത്മക്ലേശവുമെന്നു ശലോമോൻ. നിനച്ച വാസ്തവം അറിഞ്ഞ് സാധു ഞാൻ പരമസിയോനോടിപ്പോകുന്നു. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വച്ചു വളർത്തും മോദമായി. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വച്ചു വളർത്തും മോദമായി. ഒഴിച്ചു സകല ജീവചിന്ത കുഴിച്ചു സമസ്ത പോരും അതിനായി. ഒഴിച്ചു സകല ജീവചിന്ത കുഴിച്ചു സമസ്ത പോരും അതിനായി. വഴിക്കു നിന്നാൽ വിളിച്ചു കൂവുന്നതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. തനിച്ചു നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. തനിച്ചു നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അനച്ച പറ്റി വസിപ്പാൻ മാർവും അതിനു വേണ്ട സമസ്ത വഴിയും. അനച്ച പറ്റി വസിപ്പാൻ മാർവും അതിനു വേണ്ട സമസ്ത വഴിയും. തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. പറക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ തൻ പുര മറിച്ചു വീണ്ടും കനിവു കൊണ്ടതിൽ. പറക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ തൻ പുര മറിച്ചു വീണ്ടും കനിവു കൊണ്ടതിൽ. പറന്നു താഴെ പതിച്ചെന്തോന്നി പിഴച്ചു വീഴാൻ തുടങ്ങും നേരം
പറന്നു താഴെ പതിച്ചെന്തോന്നി പിടച്ചു വീഴാൻ തുടങ്ങും നേരം പറന്നു താണിട്ടതിനെ ചിറകിൽ വഹിച്ചു വീണ്ടും നടത്തും തള്ളയും. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിൽ എന്നു വന്നു ചേരും ഞാൻ. വരവും നോക്കി കാത്തു നായക തവ പൊന്മുഖത്തിലേ കരുണയുള്ള കാന്തി വിലസുവാൻ. വരവും നോക്കി കാത്തു നായക തവ പൊന്മുഖത്തിലേ കരുണയുള്ള കാന്തി വിലസുവാൻ. വരുന്ന നേരമറിഞ്ഞുകൂടാഞ്ഞതിനു വാഞ്ച മനസ്സിൽ പൂണ്ട. വരുന്ന നേരമറിഞ്ഞുകൂടാഞ്ഞതിനു വാഞ്ച മനസ്സിൽ പൂണ്ട. കുരികിൽ പോലുണർന്നു കൂട്ടിൽ തനിച്ചു കാലം കഴിക്കും ഞങ്ങളും. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. ഉണർന്നു വെട്ടം തെളിച്ച കൂട്ടമായി കന്യകാവൃതരണഞ്ഞു വാനിൽ പോകും നേരത്തിൽ. ഉണർന്നു വെട്ടം തെളിച്ച കൂട്ടമായി കന്യകാവൃതരണഞ്ഞു വാനിൽ പോകും നേരത്തിൽ. തുണച്ചി സാധുവിൻ ക്ലേശം ഹനിച്ചിട്ട് എനിക്കും കൂടാര പരമ മാർവിൽ. തുണച്ചി സാധുവിൻ ക്ലേശം ഹനിച്ചിട്ട് എനിക്കും കൂടാര പരമ മാർവിൽ. അണഞ്ഞു വാഴാൻ ഭാഗ്യം തരണേ അരുമയുള്ള പൊന്നു കാന്തനേ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിൽ എന്നു വന്നു ചേരും ഞാൻ. ആമേൻ. സ്തോത്രം. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തക്കണം കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. എന്നെനിക്കും ദുഃഖം തീരുമോ. 2023 നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി സാമൂഹ്യമായി ഒക്കെ നമുക്ക് ദുഃഖത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. 2024 പ്രവേശിക്കുമ്പോഴും ദുഃഖത്തിന് അവസാനമൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അതിന്റെ നടുവിൽ നമ്മുടെ ദുഃഖം തീരുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നു അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മാത്രമേ നമ്മുടെ ദുഃഖം ശരിക്കും മാറുകയുള്ളൂ. അന്നേ നമുക്ക് നമ്മുടെ ദുഃഖം മാറിയെന്ന് പറയാൻ കഴിയത്തുള്ളൂ. മരണമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു നാട്ടിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മൾ അരുമയോടെ പ്രത്യാശയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന അരുമനാഥൻ നമ്മുടെ കണ്ണുകളിൽ നിന്നും സ്വന്തം കൈകൊണ്ട് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് അത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവം. എന്നാൽ അതുവരെ നമുക്ക് ചെറുതും വലുതുമായ ദുഃഖങ്ങളിലൂടെ ഭാരങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ അതിന്റെ നടുവിൽ മാറാത്ത ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് 2024 തുടർന്ന ദിനങ്ങളിൽ യാത്ര ചെയ്യുവാൻ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇതിന്റെ അവസാന ദിവസം വരെ യാത്ര ചെയ്യുവാൻ കർത്താവ് എല്ലാവർക്കും എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കൃപ നൽകട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലോചിച്ച കർത്താവ് ദാസനോട് നന്ദി ഇസ്രായേലിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നെ എന്റെ കുടുംബത്തെ എന്റെ ശുശ്രൂഷ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അനേക വേദികളിൽ ഈ ശബ്ദം കർത്താവിന് വേണ്ടി മുഴങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.
ഇന്ന് ഇത് ആദ്യത്തെ സൺഡേ ആണല്ലോ നമ്മൾ ദിവസസന്നിധിയിലായിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയിൽ രാമദാസൻ ഓർത്തതുപോലെയും അതുപോലെ സിസ്റ്റർ ബിജി തുടക്കത്തിൽ പറഞ്ഞതുപോലെയും കർത്താവ് അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച ഞാനിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചില ആഴ്ചകളിലേക്ക്. പിന്നീട് മാർച്ച് മാസത്തിലെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. പല ഇടങ്ങളിൽ പ്രോഗ്രാമുകളുണ്ട്, പലതരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ആ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മെസ്സേജിന് ശേഷം പറയാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ചില മിനിറ്റുകൾ ഷെയർ ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കർത്താവ് ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ എനിക്ക് തന്ന ഒരു ചിന്ത വളരെ പരിചിതമായ ഒരു ചിന്തയാണ്. നമ്മളൊക്കെ നമ്മുടെ ചർച്ചകളിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളൊരു പക്ഷേ ഇതിനകത്തെ വാക്യങ്ങളൊക്കെ നിങ്ങൾ പ്രോമിസ് വേഴ്സസ് ആയിട്ടൊക്കെ നിങ്ങൾ കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും കർത്താവ് എന്നോട് സംസാരിച്ചതായതുകൊണ്ടും കർത്താവ് എനിക്ക് തന്നതായതുകൊണ്ടും ഞാനത് നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുമ്പോൾ കേൾവിക്കാരായ ശ്രോതാക്കളായ നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ ഓർമ്മയുടെ ചിറകുകളിലേറി സഞ്ചരിക്കാറുള്ളവരാ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പലപ്പോഴും നമ്മൾ തനിയെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓർമ്മകളിലേക്ക് വഴുതി വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർമ്മകൾ വഴുതി വീണ് പലപ്പോഴും നമ്മുടെ റോഡില് അപകട സാധ്യതകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ ഉണർന്ന് വാഹനമൊക്കെ നിയന്ത്രിച്ച് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ പലതും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മുടെ ഓർമ്മകളുടെ കൂട്ടത്തിൽ മധുരിക്കുന്ന ഓർമ്മകൾ കാണാം, നമ്മളെ പുഞ്ചിരിപ്പിക്കുന്ന ഓർമ്മകൾ കാണാം, മന്ദസ്മിതം നമ്മുടെ ചുണ്ടുകളിൽ കൊണ്ടുവരുന്ന ഓർമ്മകൾ കാണാം. എന്നാൽ അതിനപ്പുറത്തായിട്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ കാണാം. ഒരു പക്ഷെങ്കിൽ ചില ഓർമ്മകൾ നമ്മുടെ കണ്ണുകളെ അണിയിച്ചെന്നും വരാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ 2023 തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലെ? തിക്ത അനുഭവങ്ങളുടെ ഓർമ്മകൾ ഒരുപക്ഷെ ഉണ്ടാകാം, പ്രാർത്ഥനയുടെ മറുപടി കിട്ടാതെ പോയതിന്റെ ഓർമ്മകൾ ഉണ്ടാകാം, ചിലര് പറഞ്ഞ വാക്കുകൾ ദുഃഖിപ്പിച്ച ഓർമ്മകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ തന്നെ സന്തോഷം തരുന്ന ഓർമ്മകൾ, പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ച ഓർമ്മകൾ, ജീവിതത്തിൽ ഉയർച്ച പ്രാപിച്ച ഓർമ്മകൾ, നന്മകൾ അനുഭവിച്ച ഓർമ്മകൾ, തലമുറകൾക്ക് ദൈവം നൽകിയ വിജയത്തെക്കുറിച്ച്, എല്ലാവരുടെ ഭാവി സുരക്ഷിതമായതിനെ കുറിച്ച്, അവർക്ക് നല്ല ജീവിത പങ്കാളികളെ കിട്ടിയതിനെ കുറിച്ചൊക്കെയുള്ള സന്തോഷത്തിന്റെ ഓർമ്മകൾ കാണാം. അപ്പൊ ഇങ്ങനെ സമ്മിശ്രമായ ഓർമ്മകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. എന്നാൽ അങ്ങനെയുള്ള ഓർമ്മകളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നതായ ചില കാര്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് അടുത്ത നിമിഷങ്ങളിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പരിചിതമായ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യെശയ്യാപ്രവചനം 43 അധ്യായത്തിന്റെ 18 വാക്യം തൊട്ട് നമ്മൾ താഴോട്ട് വായിക്കുകയാണ്. 18 മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. നമുക്കറിയാം യെശയ്യാപ്രവചനം 43 അധ്യായം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം വളരെ വാഗ്ദത്തങ്ങൾ നൽകിക്കൊണ്ടാണ് ആ അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത്. കാരണം ഒരു വ്യക്തിപരമായ ബന്ധത്തെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് യഹോവയായ ദൈവം തന്നെ, നമ്മൾ അങ്ങോട്ട് പറയുകയല്ല അല്ലെ, ദൈവം തന്നെ ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയെ നമുക്ക് അവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ഇപ്പോഴോ യാക്കോബേ പേർ വിളിച്ചിട്ട് പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ചവൻ. നോക്കണം, അപ്പൊ നിന്നെ സൃഷ്ടിച്ചവൻ, ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവൻ. നമുക്കറിയാം യാക്കോബ് ജനിച്ചപ്പോൾ ഇട്ട പേര് പിന്നീട് യാബോക്ക് കടവിന്റെ അരികിൽ വെച്ച് മല്ല് പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ പേര് മാറി ഇസ്രായേലായി. അപ്പോൾ നോക്കണം, സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ, രണ്ട് ഘട്ടങ്ങളിലേക്ക് യാക്കോബിന്റെ 2 ഘട്ടങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കറിയാവുന്ന ഭേദഭാഗമായോണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കോ പശ്ചാത്തലത്തിലേക്കോ ഒന്നും ഇറങ്ങിപ്പോകുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തിയോടാ പറയുന്നത്, എന്താ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നോക്കണേ, നമ്മളൊക്കെ കേട്ടാൽ നമുക്ക് കോരിത്തരിക്കുന്ന വാഗ്ദത്തമാണ്. കാരണം കർത്താവ് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ആ വാഗ്ദത്തം നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അടുത്തത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു.
എന്തിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, പേര് ചൊല്ലി വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ അടുത്തതാണ് നമുക്ക് ഒന്നുകൂടെ ഉറപ്പ് തരുന്ന ഒരു വാക്യം. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് തരുന്ന വാക്കാണ് അടുത്ത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവനാ. നോർത്തു നോക്കിക്കേ, ആരാ പറഞ്ഞത്? അഖിലാണ്ടത്തിന്റെ ഉടയവനായ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ, ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയതായ ദൈവം. അപ്പോൾ അതാതിന്റെ സ്ഥാനത്ത് നിർത്തിയ ദൈവം അല്ലേ? നാം കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച്, നക്ഷത്ര സമൂഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച്, സൗരയൂഥങ്ങളെ സൃഷ്ടിച്ച്, എല്ലാത്തിനെയും അവിടെ ഇവിടങ്ങളായിട്ട് ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് നിർമ്മിച്ച് അവിടെ ആക്കി വെച്ച ദൈവം, അത് ഒന്നും തെറ്റുകൂടാതെ അതിന്റെ ഓർബിറ്റിൽ ചുറ്റി സഞ്ചരിക്കുവാൻ തക്കവണ്ണം അവസരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം അല്ലെ? ഇപ്പൊ നമ്മുടെ സൂര്യനും നമ്മുടെ ഭൂമിയും ഉൾപ്പെടുന്നതായ ആ സൗരയൂഥം ഉൾപ്പെടുന്നതായ ക്ഷീരപഥത്തിന്, ആ ഗാലക്സിക്ക്, നക്ഷത്ര സമൂഹത്തിന് നമ്മളിട്ട പേര്, മനുഷ്യൻ കൽപ്പിച്ച പേരാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഷേപ്പ് അതുപോലെ ഇങ്ങനെ പാഴ പോലെ ഇങ്ങനെ ആകാശത്തിലേക്ക് തെളിഞ്ഞ ആകാശത്ത് നോക്കിയാൽ ആ നക്ഷത്ര സമൂഹങ്ങൾ ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ കാണുന്നത് കൊണ്ട് ക്ഷീരപഥമെന്നോ മിൽക്കി വേ എന്നൊക്കെ അതിന് മനുഷ്യൻ പേരിട്ടു. അപ്പൊ ആ മിൽക്കി വേയിൽ തന്നെ അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സി, നമ്മൾ ഉൾപ്പെടുന്ന ഗാലക്സി, ആ ഗാലക്സിയില് ഏതാണ്ട് 100 കോടിക്കും 400 കോടിക്കും ഇടയ്ക്ക് നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഉറപ്പില്ല, 400 കോടിക്ക് മുകളിൽ പോയാലും തെറ്റൊന്നുമില്ല. കാരണം മനുഷ്യന് ഇവിടെ നിന്നുകൊണ്ട് കണക്ക് കൂട്ടിയതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത്രയെങ്കിലും മിനിമം ഉണ്ടെന്ന് മനുഷ്യൻ പറയുന്നുണ്ടല്ലോ. 100 കോടിക്കും 400 കോടിക്കും ഇടയ്ക്ക് നക്ഷത്രങ്ങൾ. അങ്ങനെ അതുപോലെയുള്ള, അതായത് 100 കോടിക്കും 400 കോടിക്കും ഇടയിലുള്ള നക്ഷത്ര സമൂഹത്തിൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ മിൽക്കി വേയിൽ, ക്ഷീരപഥത്തിൽ അത്രയും നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള 100 കോടിയിൽ പരം നക്ഷത്ര സമൂഹങ്ങൾ മിനിമം ഉണ്ട്. മിനിമം മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു അംശം മാത്രമാണ്. ഇന്നും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യൻ വിദൂരതയിലേക്ക് നോക്കി മനുഷ്യൻ നക്ഷത്ര സമൂഹങ്ങളെയും കണ്ട്, പുതിയ പുതിയ നക്ഷത്രങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതുവരെ പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റം കാണുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഹബിൾ സ്പേസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യൻ കുറേയേറെ കാര്യങ്ങൾ കണ്ടു. അത് പഴഞ്ചനായിട്ട് മാറി. അതിനുശേഷം അതിനേക്കാൾ വിലയുള്ള, അതിനേക്കാൾ നല്ല ലെൻസുള്ള, അതിനേക്കാൾ ചെലവേറിയ ജെയിംസ് വെബ് എന്ന് പറയുന്നതായ ആ ടെലിസ്കോപ്പ് ആകാശത്ത് സൃഷ്ടിച്ച് മനുഷ്യൻ കുറേയേറെ കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞു. ഇപ്പോഴും മനുഷ്യന് ചുറ്റുമുള്ള ആകാശ വിധാനം വർദ്ധിച്ചു വരുന്നതല്ലാതെ, അത് വളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ, വിദൂരതയിലേക്കുള്ള നക്ഷത്രങ്ങളെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ 100 കോടി ലൈറ്റ് ഇയേഴ്സിന് അപ്പുറത്ത് നിന്ന് നിർഗമിച്ചു തുടങ്ങിയതായ ആ ലൈറ്റ് ആ വെളിച്ചത്തിന്റെ അംശങ്ങൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനുഷ്യന് അമ്യൂസ്ഡ് ആയിട്ട്, ആശ്ചര്യപ്പെട്ടിട്ട് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ, ശാസ്ത്രജ്ഞനായാലും സാധാരണക്കാരനായാലും. അപ്പൊ അങ്ങനെ ആ വാക്തത്വങ്ങൾ ഇങ്ങോട്ട് കൊടുത്ത് നമുക്കറിയാം. താഴോട്ട വാക്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ വാക്യത്തിലുള്ള ആ വാക്തത്വം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. നമ്മുടെ കൊണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ: 1 വെള്ളം, 2 നദി, 3 തീയ്. നമുക്കറിയാവുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് തടഞ്ഞു. ഞാൻ അവിടെ നിന്ന് സംസാരിക്കാനല്ല ഇന്ന് എനിക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള 3 വ്യത്യസ്ത നിലകളിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ച് കണ്ടിട്ട് കൂടെ ഇരിക്കുമെന്നും മീതെ കവികയില്ലെന്നും ദഹിപ്പിക്കയില്ലെന്നും നശിച്ചു പോകുകയില്ല. അപ്പം നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങൾ നമ്മളെ നശിപ്പിക്കത്തില്ല എന്നുള്ള വാക്തത്വം കൊടുത്തുകൊണ്ട് തുടങ്ങിയിട്ടാണ് താഴോട്ട് വന്നിട്ട് ഈ വാക്യം പറയുന്നത്. എന്താ? മുമ്പുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്നും നീ ഓർക്കണ്ട, പണ്ടുള്ളതിനെ കുറിച്ച് നീ നിരൂപിച്ചുകൊണ്ട് നിന്റെ സമയം വെറുതെ കളയണ്ട. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കും അല്ലെ, അത് നമുക്ക് നഷ്ടമായി പോയ അവസരങ്ങളെ കുറിച്ച്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. മറ്റുള്ളവരെക്കാൾ, ലോകത്തിലുള്ളവരെക്കാൾ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്, നഷ്ടമായി പോയ അവസരങ്ങൾ. കാരണം ഒരു വ്യക്തിയെ കണ്ടപ്പോൾ നമുക്ക് ഒരു ട്രാക്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ട്രാക്ട് നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തി എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നമ്മൾ കൊടുക്കാൻ കഴിയാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ, ഞാൻ മദ്രാസിലുണ്ടായിരുന്ന ആ മാതാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ആരോട് സുവിശേഷം പറയാൻ താല്പര്യത്തോടുകൂടി ഒരു മടിയും കൂടാതെ പറഞ്ഞപ്പോൾ നമ്മൾ പലരും എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൈവസി അവരുടെ പ്രൈവസി അവർ പ്രൊട്ടക്ട് ചെയ്ത് കൊള്ളട്ടെ, അവരെ നമ്മൾ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിന്ന് ഉള്ളിൽ പല പ്രാവശ്യം നമ്മളെ മനസാക്ഷിയെ ദൈവത്താത്മാവ് തട്ടി ഉണർത്തിയപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാനുഷിക ആവശ്യങ്ങൾ നോക്കിക്കൊണ്ട് അവരെ അപ്രോച്ച് ചെയ്യാതിരുന്നു, അവരോട് സുവിശേഷം പറയാതിരുന്നു, അവരോട് ദൈവസ്നേഹം പങ്കുവെക്കാതിരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അപ്പൊ നഷ്ടമായി പോയ
ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ടാകാനുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുക. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായാലും ഏതായാലും സന്തോഷം തരുന്നതായാലും ദുഃഖം തരുന്നതായാലും ഇവിടെ യഹോവയെ ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ അതിനെക്കുറിച്ച് ഓർക്കണ്ട, നീ അതിനെക്കുറിച്ച് നിരൂപിക്കണ്ട. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. 2023 അനുഭവങ്ങളെ കുറിച്ച് ഓർമ്മിച്ച് സമയം കളയാൻ വേണ്ടിയല്ല 2024 എന്നെയും നിങ്ങളെയും കർത്താവ് കൊണ്ടുവന്നത്. 2024 പ്രവേശിപ്പാൻ നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന, നമ്മളെക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായ 2023 ഞാൻ ഇന്നത് ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച പലർക്കും 2024 പ്രവേശിപ്പാൻ കഴിയാതെ അവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ഈ ഭൂമിയോട് പോലും വിട പറഞ്ഞുകൊണ്ട് ഭൂമിക്ക് പോയപ്പോൾ, മരിച്ചു മാറിയപ്പോൾ 2024 പ്രവേശിപ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും അവസരം തന്നത്, കർത്താവ് 2024 ആരംഭ ദിനങ്ങളിൽ തന്നെ നിങ്ങളെ കർത്താവ് ജീവനോടെ വെച്ചിരിക്കുന്നത് ആ ഓർമ്മകളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ എനർജിയും നമ്മുടെ അവസരങ്ങളും അതിനുവേണ്ടി പാഴാക്കി കളയാൻ വേണ്ടിയല്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, ഓർക്കുന്ന ഓർമ്മകളെ കുറിച്ച് ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ ഞാൻ ചിലത് ചെയ്യാൻ പോവുക, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നോക്കണം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല അറിവുണ്ട്. ബ്രാൻഡ് ന്യൂ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് നല്ല അറിവുള്ള ഒരു സമൂഹമാണ്. അവർക്ക് വേണ്ടി മാത്രം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോന്ന, ഈജിപ്തിൽ നിന്നും കനാൻ നാട്ടിലേക്ക്, പാലസ്തീനിലേക്ക് കടന്നു വന്നതായ, അവിടേക്ക് കടന്നു വന്ന ആ ഒരു തലമുറ, ആ തലമുറയ്ക്ക് വേണ്ടി മാത്രം ചിലത്, വേറൊരു തലമുറയ്ക്ക് അവകാശപ്പെടാൻ കഴിയാത്തത് ചിലത് ചെയ്ത ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ബ്രാൻഡ് ന്യൂ ആയിട്ട് എന്ത് ചെയ്തു? ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. വേറൊരു ആർക്കും അവകാശപ്പെടാൻ കഴിയാതെ വണ്ണം അവർ ചെങ്കടലിനെ വിഭാഗിച്ചു, അല്ലെ? ചെങ്കടലിനെ വിഭാഗിച്ചു. വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയാതെ വണ്ണം എന്ത് ചെയ്തു? ദൈവം അവർക്ക് മന്ന കൊടുത്തു, പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ തലമുറയുടെ മാത്രമായിട്ട് പറയാനുണ്ട്. അക്കരെ നാട്ടിൽ ചെന്നതിന് ശേഷം, വാഗ്ദത്ത നാട്ടിൽ ചെന്നതിന് ശേഷമാണെങ്കിലും ഒരുപാട് യുദ്ധങ്ങളെ യോശുവ ചെയ്യേണ്ടി വന്നു. യുദ്ധങ്ങളെല്ലാം യോശുവ ജയിച്ചു. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യോശുവയ്ക്ക് പറയാൻ കഴിയും, ആ തലമുറയ്ക്ക്, യോശുവയായിട്ട് ചേർന്നുള്ള തലമുറയ്ക്ക് യോശുവ പറയാൻ തക്കണം കഴിയും, ദൈവം അവർക്ക് വേണ്ടി പുതിയൊരു കാര്യങ്ങൾ ചെയ്തു. എന്താ ചെയ്തത്? ദൈവം മനുഷ്യന്റെ വാക്ക് കേട്ട, പ്രകൃതി മനുഷ്യന്റെ വാക്ക് കേട്ട ഒരു കാര്യം, ദൈവം കൽപ്പിച്ചത് മാനുഷിക അദ്രങ്ങളാൽ യോശുവയാണെങ്കിലും അതിന് അടിവരയിട്ട് അതിന് കൗണ്ടർ സൈൻ ചെയ്തത് ആരായിരുന്നെന്നറിയാമോ? യഹോവയായ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും നിശ്ചലമായി പോകുവാൻ തക്കണം ഇടയായി തീർന്നത്. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കുറച്ചുകൂടെ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ആ യുദ്ധം ഫിനിഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ശത്രു ചാടിപ്പോകും. അതുകൊണ്ട് ഇത്രയും ചെയ്തിട്ട് ശത്രു ചാടിപ്പോകാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ആ സമയം നോക്കിയിട്ട് യോശുവ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. വിശ്വാസത്തിന്റെ ഒരു വാക്ക് യോശുവയുടെ അധരങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അതിനെ യഹോവയായ ദൈവം യേസ് എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ അനങ്ങുവാൻ കഴിഞ്ഞില്ല, ചന്ദ്രൻ അനങ്ങുവാൻ കഴിയാതെ ആ യോശുവ പറഞ്ഞ ഒരു മനുഷ്യന്റെ വാക്ക് പ്രകൃതി കേട്ട ആദ്യത്തെ ദിവസം അതോർത്ത് നിൽക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പുത്തൻ അനുഭവങ്ങളുടെ ഉടമകളായിട്ട് ഇസ്രായേൽ തലമുറകൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നത്. അവർക്കെല്ലാം പറയാൻ കഴിയുന്ന ചില അനുഭവങ്ങളുണ്ട്. അവരെ നോക്കിക്കൊണ്ടാ പറയുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ 2024 കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ചിലത് ഒരു പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. 2023 ആവർത്തനമല്ല, 2022 കോപ്പിയല്ല, 2024 വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ചില പുത്തൻ അനുഭവങ്ങളുടെ ഉടമകളായിട്ട് നിങ്ങളെ മാറ്റുവാൻ തക്കണോ, ചില പുതിയ നന്മകൾ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി മാത്രം, ചില ആരോഗ്യങ്ങൾ, പുതിയ ആരോഗ്യ നിങ്ങൾക്ക് തരുവാൻ, സൗഖ്യം നിങ്ങൾക്ക് തരുവാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട്, നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തായിട്ട്, നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന പുതിയൊരനുഭവം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്താ പറയണം? അതിപ്പോൾ ഉത്ഭവിക്കും. അതിന് അധിക സമയമൊന്നും നോക്കിയിരിക്കേണ്ട, അത് ഉത്ഭവിക്കുവാൻ പോകുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, എന്ത് ചെയ്തു? നിങ്ങൾക്ക് അറിയത്തില്ലയോ? അത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുപോവുക. എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ ഒരു പ്രവൃത്തി, അവൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നോക്കണേ, മരുഭൂമിയിൽ വഴി വെട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മരുഭൂമിയെ കുറിച്ച് ഇങ്ങനെ ഒരു ഫീച്ചർ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത് 6.5 ലക്ഷം കിലോമീറ്റർ വലുപ്പമുണ്ട് ആ മരുഭൂമിക്ക്. സൗദി അറേബ്യ, യമൻ, ഒമാൻ, UAE ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ മരുഭൂപ്രദേശം. അതിന്റെ സൈഡിൽ കൂടെ മാത്രമേ ആളുകൾക്ക് പോകാനൊക്കത്തുള്ളൂ. കാരണം അതിന് നടുക്കോട്ട് പോയാൽ പകല് 60 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും, രാത്രിയിൽ 0 ഡിഗ്രി സെൽഷ്യസാ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം കൊടും ചൂടും കൊടും തണുപ്പുവാ.
പകലെ അവിടെ പോയാൽ നമ്മൾ നിൽക്കുന്ന അതിന് നടുക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ മിനുസമേറിയ കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ചൂട് അങ്ങോട്ട് കൂടി കഴിയുമ്പോൾ അത് വീണ്ടും മിനുസമുള്ളതായിട്ട് മാർദ്ദവമുള്ളതായിട്ട് മാറിയിട്ട് അതിനവിടെ നിൽക്കാൻ കഴിയാതെ അതിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അത് നമ്മുടെ താഴോട്ട് അങ്ങ് പോകും. ഇങ്ങനെ വേവ് ഉണ്ടാകുന്നത് പോലെ ഈ മണൽ തരികൾക്കിടയിൽ ഒരു ചെറിയ വേവ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന ഒന്ന് ഇളകി മറിയുന്ന പോലെ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ താഴോട്ട് അങ്ങ് പോകും. നമ്മൾ അതിനോട് കൂടെ അങ്ങ് പോകും. ആർക്കും അത് നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല ഒരവസ്ഥയാണ്. അപ്പൊ അതിനകത്ത് പോകാതിരിക്കണമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പോട് കൂടിയാണ് ആ ആർട്ടിക്കിൾ അവിടെ അവസാനിക്കുന്നത്. വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അപ്പൊ ഇതാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മരുഭൂമിയിൽ ഒരു വഴി വെട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെ. മരുഭൂമിയിൽ ഒരു വഴി വെട്ടിയാൽ നമുക്കറിയാം മണൽക്കാറ്റുകളുണ്ട്. മണൽക്കാറ്റുകൾ ഇങ്ങനെ സദാ അടിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ചെറിയ കൂനകളായിരിക്കും, ചെറിയ ഉണ്ടായിരുന്ന വലിയ 7 അടി 8 അടി 10 അടി അതിനേക്കാൾ ഉയരമുള്ള 20 അടിയൊക്കെ ഉയരമുള്ള മണൽ കൂനകൾ അത് ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല ഈ വെട്ടിയ വഴി എവിടെയാണ് നമുക്ക് തിരിച്ചറിയാതെ വണ്ണം അത് മൂടിക്കളയുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പം മരുഭൂമിയിൽ വഴി വെട്ടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്നിട്ട് പറയുകയാണ് ആ മരുഭൂമിയിൽ ഞാൻ വഴി വെട്ടു, എന്നിട്ട് നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു സാധ്യതയും മനുഷ്യൻ കൽപ്പിക്കാത്ത സ്ഥലത്ത് ചില പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്ന ഒരുവനാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുന്നത്. ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ സങ്കല്പിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇതുവരെ കടന്നു വന്നിട്ടില്ലാത്ത പുതിയതൊന്ന്. അതുകൊണ്ടാണല്ലോ അതിനെ പുതിയതെന്ന് നമ്മൾ വിളിക്കുന്നത്. ബ്രാൻഡ് ന്യൂ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുവാൻ കർത്താവ് കസ്റ്റമൈസ്ഡ് കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് കർത്താവ് പറയുകയാണ് അത് സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അത് ആർക്ക് വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഞാൻ തെരഞ്ഞെടുക്കുന്ന എന്റെ ജനത്തിന് വേണ്ടിയാ. നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ പദവി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നീ എനിക്കുള്ളവനാണെന്ന് യാക്കോബിനോട് പറഞ്ഞ യഹോവയായ ദൈവം ഇന്ന് രാത്രിയിൽ എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുക്കുന്ന എന്റെ ജനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം അല്ലിത്. ആ ദൈവം എല്ലാവർക്കും വേണ്ടി ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്, ചന്ദ്രനെ ഉദിപ്പിക്കുന്നുണ്ട്, വെയിൽ കടന്നു വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, സ്നോ പെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും വേണ്ടിയാ അല്ലെ. പക്ഷെ ഇതെന്ന് പറയുന്നത് അല്ല, ഇതങ്ങനെയല്ല. തന്റെ ജനത്തിന് വേണ്ടി അവിടെ ഒരു പ്രത്യേക പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. താൻ തെരഞ്ഞെടുത്ത തന്റെ ജനം, അല്ല അവകാശപ്പെടുന്നവർക്ക് വേണ്ടിയല്ല, താൻ തെരഞ്ഞെടുത്ത തന്റെ ജനത്തിന് വേണ്ടി കുടിപ്പാൻ അവൻ എന്ത് ചെയ്യും? ഈ മഴുഭൂമി ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിർജ്ജന പ്രദേശത്ത് വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന, നദികൾ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാ? താൻ തെരഞ്ഞെടുത്ത തന്റെ ജനത്തിന് വേണ്ടി കുടിപ്പാൻ കൊടുക്കേണ്ടതിന് മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ വേറൊരു അത്ഭുതം നടക്കുന്നുണ്ട്. ഇത് ദൈവം ചെയ്തു, അതൊരത്ഭുതമാണ്, അത് നടന്നു. പക്ഷെ അതിനോട് ചേർന്ന് വേറൊരു അത്ഭുതം നടക്കുന്നുണ്ട്. 20-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് 3 കൂട്ടര് യഹോവയെ അത് നിമിത്തം ബഹുമാനിക്കാൻ തക്കണം ഇടയായി തീരും. ആ 3 കൂട്ടര് ആരൊക്കെയാണെന്നറിയാമോ? 1 കാട്ടുമൃഗങ്ങളാ, 2 കുറുക്കൻ, 3 ഒട്ടകപ്പക്ഷി. കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാതൊരു നിബന്ധനകളും യാതൊരു നിയമവും പാലിക്കാത്ത ഒരു കൂട്ടര്. അവർക്ക് നിയമവും നിയമസംഹിതകളൊന്നും അവർക്കുള്ളതല്ലെന്നുള്ള വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വാർത്തകൾ. കാട്ടുപന്നികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി കൃഷി സ്ഥലത്തേക്ക് വരുന്നു. അവര് എത്ര മാത്രം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്ത വാഴ കൃഷിയാണെന്നോ ചേമ്പും കൃഷിയാണെന്നോ ചേന കൃഷിയാണെന്നോ ഒന്നും നോക്കാറില്ല അല്ലെ. അവര് വന്ന് നശിപ്പിച്ചങ്ങ് പോകും. അപ്പൊ നിയമം അവർക്ക് ബാധകമല്ല. അവർക്ക് കാണുന്നത് അവർ ചെയ്യുക അല്ലെ. ആന അങ്ങോട്ട് ഇറങ്ങട്ടെ, ആന അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ എത്ര ഏക്കറിലെ സ്ഥലമാണ് തകർത്ത് മറിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല. കടുവ ഇറങ്ങി കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു? കടുവ ഇറങ്ങി ഒരിടത്ത് നിന്ന് കടുവ ഇറങ്ങി ഒരാടിനെ പിടിച്ചു, ഒരു പശുവിനെ കിടാവിനെ പിടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ആടിനെ പിടിച്ചു. ഒരു വിധത്തിൽ ആ കടുവയെ കൂട്ടിലിട്ട് പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കടുവയുടെ അങ്ങോട്ട് മാറി ഒന്ന് ശ്വാസം വിടാമെന്ന് തീരുമാനിച്ചപ്പോൾ അടുത്തത് അപ്പുറത്ത് പുലി ഇറങ്ങി. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി കിൻഡർ ഗാർഡൻ സ്കൂളിൽ പോയിട്ട് വന്ന ഒരു കൊച്ചു കുഞ്ഞിനെ, അടുത്താണ് അത് നടന്നു ഇങ്ങോട്ട് വരിക, കാടിനകത്തുനിന്ന് വന്ന് പുലി അതിനെ ആക്രമിച്ചു. ആ കുഞ്ഞെ ചത്തുപോയി. നമുക്കത് ആരോഗ്യമുള്ള ഒരു പുലിയുടെ മുന്നിൽ ഒരു കുഞ്ഞിനെ നിൽക്കാൻ നോക്കുമോ? ആ പുലി നിമിത്തം കൊന്നുപോയി. അപ്പം അവിടെ ആളുകളെല്ലാം എന്ത് ചെയ്തു? അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉപരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു ഇത് ഒരു കൊച്ചു കുഞ്ഞാണ്, പോട്ടെ, ആരോഗ്യമുള്ള ആരെങ്കിലും വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ആ പുലി എന്ത് ചെയ്തില്ല? ആ പുലി മാറി നിന്നില്ല. അപ്പൊ നിയമം എന്ന് പറയുന്നത് അതിനൊരു യാതൊരു ബാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കാതെ, നിയമസംഹിതകൾക്ക് ബഹുമാനം കൊടുക്കാതെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യും? അവർ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട്
ദൈവത്തെ ബഹുമാനിക്കും. കാരണം അവർക്കറിയാം ഇത്, അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ട്. അപ്പൊ അവർ പറയാണ് ദൈവത്തിന് മാത്രം ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു മനുഷ്യനും അത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു ഗവൺമെന്റിനോ അത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനോ ഒരു ഫെഡറൽ ഗവൺമെന്റിനോ അത് കേന്ദ്ര ഗവൺമെന്റിനോ അത് ചെയ്യാൻ കഴിയത്തില്ല, ആ ഒരു ശാസ്ത്രജ്ഞനോ അത് ചെയ്യാൻ കഴിയത്തില്ല. അത് ചെയ്യാൻ കഴിയുന്ന ആരാണെന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതുപോലും ദൈവത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കാതെ നടക്കുന്ന ആളുകൾ, അല്ലെ, കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞ ഗുണ്ടകളെ പോലെ നടക്കുന്ന ആളുകൾ, അല്ലെ. നമുക്കറിയാം നാട്ടിൽ നമ്മൾ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു, ഇവിടെ നമ്മൾ ഗാങ്സ്റ്റർ എന്ന് വിളിക്കുന്നു. അവരെന്തെങ്കിലും നിയമത്തെ ബഹുമാനിക്കുന്നുണ്ടോ? കൈവെട്ടണം, അവർ കൊട്ടേഷൻ സംഘങ്ങൾ നാട്ടിലുണ്ട്. കൈവെട്ടണോ, കൈവെട്ടിന് ഇത്ര, കൈയുടെ മുട്ട മുഴുവൻ വെട്ടണമെങ്കിൽ, തോളിന്റെ അവിടെ നിന്ന് വെട്ടണമെങ്കിൽ ഇത്ര, മുട്ടിന്റെ അവിടെ വെച്ച് മുറിച്ച് മാറ്റണം ഇത്ര, കൈപ്പത്തി വെച്ച് മുറിക്കണമെങ്കിൽ അതിനെല്ലാം തുകയാണ്. കാലിന്റെ ആംഗിൾ വെട്ടണോ, കാലിന്റെ എന്ത് ചെയ്യുന്നു, മുട്ടിന് വെച്ച് വെട്ടണോ, അതോ ഏണിന് വെച്ച് വെട്ടണോ, ഹിപ്പിന്റെ അവിടെ നിന്ന് മുറിച്ച് മാറ്റണോ, എങ്ങനെ പറഞ്ഞാൽ മതി, അത് എവിടെ വെട്ടണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വെട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കാരണം അവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരൊക്കെ ഒരു പൈസ വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പഠിക്കാത്ത കൂട്ടരാ. അവർക്ക് നിയമം, അവർക്കറിയാം ഇത് കുറ്റമാണെന്ന്, അവർക്കറിയാം ഇത് പിടിക്കപ്പെട്ട ശിക്ഷ കിട്ടുമെന്ന്, പക്ഷെങ്കിൽ അതിനെ ഭയക്കുന്നില്ല. അപ്പം നിയമത്തെ ഭയക്കാത്ത ഒരു കൂട്ടര് കാട്ടുമൃഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. കുറുക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറുക്കന് എപ്പോഴും വളരെ സൂത്രശാലിയാ, അല്ലെ, സൂത്രശാലി ഒരു സാധനമാണ്. അപ്പോൾ നമുക്കറിയാം അതുപോലെ അന്യന്റെ മുതലിലേക്ക് അതിന്റെ എപ്പോഴും കണ്ണ്. നമ്മുടെ ഒരു നാട്ടിലൊരു ഭാഷയുണ്ട്, കുറുക്കൻ എവിടെ നിന്നാലും അതിന്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്കായിരിക്കും എന്നല്ലേ. എന്ന് പറഞ്ഞാൽ എന്തോ, കുറുക്കന്റെ വകയാണോ കോഴിക്കോട്? കുറുക്കൻ പിന്നെ കോഴിക്കോടിന് കാവൽ നിൽക്കുകയാണോ? കുറുക്കൻ കൊണ്ടാണോ കോഴിയെ കയറ്റിയിട്ട് കോഴിക്കോടിന്റെ വാതിലടച്ച്? അല്ല. അപ്പൊ അത് അവന് അവകാശപ്പെട്ടതല്ല, പക്ഷെ അവന്റെ കണ്ണ് എപ്പോഴും എവിടെയാ? അവിടെ. എന്ന് പറഞ്ഞാൽ അന്യന്റെ മുതലിലേക്ക് കണ്ണു വെച്ചുകൊണ്ട് അന്യന്റെ മുതൽ അപഹരിക്കുവാൻ വേണ്ടി ആ യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. മാത്രമല്ല കുറുക്കൻ എന്ത് ചെയ്യുന്നു, കുറുക്കന് വേറെ സ്വരമുണ്ട്. കുറുക്കൻ എന്ത് ചെയ്യും? ഊരിയിടും. നല്ല നിലാവെളിച്ചമുള്ള രാത്രിയാണെങ്കിൽ കുറുക്കൻ നല്ല സുന്ദരമായിട്ട് ഊരിയിടും. അത് അടുത്ത പ്രദേശങ്ങളിലെല്ലാം കേൾക്കത്തക്കവണ്ണം ഉറക്ക കൂകുന്ന ഒരു സാധനമാണ്, അല്ലെ. എന്ന് പറഞ്ഞാൽ പരിഹാസത്തോടെ പരിഹസിക്കുന്ന, മറ്റുള്ളവരെ പരിഹസിച്ച് കൂകുവാനും ചിരിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു ജീവി. അപ്പൊ അതെന്ത് ചെയ്യും? ആ സ്വഭാവമുള്ള മനുഷ്യർ അതിനെ ബഹുമാനിക്കുവാൻ തക്കണം ഇടയായി തീരും. അടുത്തത് എന്താണെന്ന് അറിയാമോ? അടുത്തത് ഒട്ടകപ്പക്ഷിയാ. ഒട്ടകപ്പക്ഷിയുടെ ഗുണം എന്തുവാ? ഒട്ടകപ്പക്ഷി സ്വന്തത്തിനെ പോലും ബഹുമാനിക്കത്തില്ല, മറ്റുള്ളതിനേലും ബഹുമാനിക്കും, അതിന്റെ കുഞ്ഞുങ്ങളെയും അതിന്റെ തലമുറയും ഒക്കെ ബഹുമാനിക്കും. ഒട്ടകപ്പക്ഷി എന്താ അവിടെ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ഒട്ടകപ്പക്ഷിയെ എന്ത് ചെയ്യുന്നു, അത് മുട്ടയിടുന്ന അതിന്റെ മുട്ടയെ പോലും ബഹുമാനിക്കത്തില്ല. അത് കുനിഞ്ഞ് മുട്ട ഇട്ടിട്ട് കാലുകൊണ്ട് ഒരു തട്ടും കൊടുത്തിട്ട് അതങ്ങ് പോവുകയാണ്. കാരണം അപ്പൊ എന്ത് ചെയ്യുന്നു, മറ്റെല്ലാ പക്ഷികളും പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അത് ചെന്ന് കൂടെ തന്നെ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങളിലാണെങ്കിൽ പലയിടത്ത് പോയി പല സാധനം കൊണ്ടുവന്ന്, കമ്പ് കൊണ്ടുവന്ന്, തോല് കൊണ്ടുവന്ന് എല്ലാം കൂടെ ഉണ്ടാക്കുന്ന. കോഴിയാണെങ്കിൽ അതിന്റെ പുറത്ത് അടയിടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ പക്ഷികളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ കൃത്യതയോടുകൂടി കരുതലോടുകൂടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഒട്ടകപ്പക്ഷി മാത്രം സ്വന്തത്തിനെ പോലും കരുതാതെ, എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെ പോലും, സ്വന്തം തലമുറയെ കുറിച്ച് പോലും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ പോലും ബഹുമാനിക്കാത്ത, അന്യനമായി നിൽക്കുന്ന, അന്യരായി കാണുന്ന, അതിന് യാതൊരു ഉപകാരവും ചെയ്യാത്ത ആളുകൾ പോലും എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ ബഹുമാനിക്കാനിടയായി തീരും. അപ്പം സമൂഹത്തിൽ 3 തരത്തിലുള്ള ആളുകൾ, 3 കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, അവർ യാതൊരു ബഹുമാനവും ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന 3 കൂട്ടർ. ആ 3 കൂട്ടരും വന്നിട്ട് എന്ത് ചെയ്യും? ദൈവത്തിന് ബഹുമാനം കൊടുക്കുക. എപ്പോഴാണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പുതിയ പ്രവർത്തികളെ കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അപ്പോൾ അവര് ബഹുമാനിച്ചു കഴിയുമ്പോൾ അടുത്ത ഒരു സ്തുതം, 21-ാമത്തെ വാക്യം, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തുതിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന, സ്തുതി ഇത്രയും വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കൊണ്ടുപോലും ദൈവം സ്തുതിപ്പിക്കും. നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ കാണുമ്പോൾ, ചെയ്യുന്ന പ്രവൃത്തികളെ കാണുമ്പോൾ അത് നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? എങ്ങനെ നമ്മുടെ അതിരങ്ങളെ പൂട്ടിവെക്കുവാൻ കഴിയും? നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? 1, ഒരു സാധ്യതയില്ലാത്ത ആളുകൾ പോലും ദൈവത്തെ സ്തുതിക്കും. 2, സ്തുതിക്കാൻ മടിച്ചിരുന്നതായ സ്തുതിക്കേണ്ടവർ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ എല്ലാവരും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിന്റെ അവസ്ഥയിലേക്ക് മാറുവാൻ ഇടയായി തീരും. എപ്പോഴാണെന്ന് അറിയാമോ? തന്റെ ജനത്തിന് വേണ്ടി, താൻ തെരഞ്ഞെടുത്ത തന്റെ ജനത്തിന് വേണ്ടി ദൈവം ചിലത് പുതുതായിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്തുതി ഉയരുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാൻ തക്കണം ഇടയായി തീരും. 2024 ചുറ്റുപാടുള്ള വാർത്തകൾ, ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ നമ്മളെ കരയിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്ന വാർത്തകളാണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട്. എന്നാൽ അതിന്റെ നടുവിൽ ഞാൻ മുന്നമേ നിങ്ങളോട് പറയുന്നു, അതിന്റെ നടുവിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടും സമാധാനം
സമാധാനമില്ലാതിരിക്കുമ്പോൾ നമുക്ക് സമാധാനം തരുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടും വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു സാധ്യതയില്ലാത്തടത്ത് നമുക്ക് നന്മകൾ ചെയ്യുവാൻ കഴിയുന്ന, തലമുറകളെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന, വഴിയും വാതിലും തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവം 2024 നിങ്ങൾക്ക് വേണ്ടി പുതിയ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്തുതിക്കാത്തവർ പോലും സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന് അത് മാറ്റുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നു? അടുത്ത 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താം. എന്തുകൊണ്ട് ദൈവം അത് ചെയ്യുന്നു? യെശയ്യാവ് 42:8 വാക്യം, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയാ, അല്ലെ? മോശ ദൈവത്തോട് ചോദിച്ചു. മോശയെ ദൈവം മുൾപ്പടർപ്പിൽ വെച്ച് പിടിച്ചു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരു വിധത്തിൽ മോശയെ സമ്മതിപ്പിച്ചു, അല്ലെ? അതായിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. അതാ, മോശ സമ്മതിച്ചല്ല, മോശയെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പൊ നിന്ന് അവസാനം പോകാൻ റെഡിയായപ്പോൾ മോശയ്ക്ക് പിന്നെ ഒരു സംശയം കിടക്കുക. ദൈവമേ, ഞാൻ അങ്ങോട്ട് പോവുകയാ, ആര് പറഞ്ഞെന്നും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ടിയേ? നിന്നെ അയച്ചതാരാ? നിന്നെ ആര് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്ന് ഞങ്ങളോട് ഇത് പറയുന്നെന്ന് എന്റെ ജനവും ചോദിക്കും, ഫറവോനും ചോദിക്കും. ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ യഹോവ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നവൻ, ഇന്നുള്ളവൻ, നാളെ ഉണ്ടായിരിക്കുന്നവൻ. അപ്പൊ എന്നും ദൈവം എന്തുവാ? പ്രസന്റ് ടെൻസിലാണ് നിൽക്കുന്നത്. ആദ്യം ഇല്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, എന്നുമുള്ളവൻ, ഞാൻ നിന്നെ അയച്ചെന്ന് പറയണം. ഇവിടെ യഹോവ ദൈവം തന്നെ പറയാണ്, ഞാൻ യഹോവ. യഹോവ, അതാ എന്റെ നാമം, അല്ലെ? എന്റെ നാമം. എന്നിട്ട് പറയുകയാണ്, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. ഏതെങ്കിലും ഞാൻ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രവൃത്തി ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ, ഞാനാണത് ചെയ്തെന്ന് പറയുവാൻ ഞാൻ ആരെ അനുവദിക്കുന്ന ദൈവമല്ല. ചലിക്കാത്ത, പ്രവർത്തിക്കാത്ത കാലുകളുള്ള, ചലിക്കാത്ത കാലുകളുള്ള, പ്രവർത്തിക്കാത്ത കരങ്ങളുള്ള, കാണാത്ത കണ്ണുകളുള്ള, കേൾക്കാത്ത ചെവികളുള്ള, മണക്കുവാൻ കഴിയാത്ത മൂക്കുള്ള ഊമ വിഗ്രഹങ്ങൾക്ക് എന്റെ സ്തുതി വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ച് മഹത്വം എടുക്കും, എന്നെ നിങ്ങൾ സ്തുതിക്കുവാൻ തക്കണ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ഞാനിത് പണ്ടേ പ്രസ്താവിച്ചതാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. 9-ാമത്തെ വാക്യം, ഞാനത് പുതിയതൊന്ന് അറിയിക്കുക. അത് ഉത്ഭവിക്കും മുമ്പേ നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് ചെയ്യും, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്ത് വിസ്മരിച്ചു പോകരുത്, നിങ്ങൾ വിസ്മയിച്ചു പോകരുത്, നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഒന്ന് നിങ്ങളോട് പറയുന്നു, എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അഡ്വാൻസ് നോട്ടീസ് നിങ്ങൾക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു അഡ്വാൻസ് നോട്ടീസ് തരികയാ. എന്തോ ഞാൻ ചിലത് ചെയ്യാൻ പോവുകയാ. അപ്പൊ അത് സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏത്? ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുകയാ. എന്നിട്ട് അടുത്തതെന്താകുമെന്ന് അറിയാമോ? യെശയ്യാ 41-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, യഹോവയായി ഞാൻ അവർക്ക് ഉത്തരമരുളും. മുന്നിൽ തന്റെ ജനം, എളിയവർ, ദരിദ്രന്മാർ വെള്ളം കിട്ടാതെ തെരഞ്ഞു നടക്കുക. ഒട്ടും കിട്ടായികൾ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. പക്ഷെ അതുകൊണ്ട് അവർ അവസാനിക്കുന്നല്ല പറഞ്ഞത്. എളിയവർക്കും ദരിദ്രന്മാർക്കും വെള്ളം കിട്ടത്തില്ല, വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടാകുന്നു പറഞ്ഞാൽ നമ്മൾ ജീവിത മാർഗങ്ങളിൽ അലഞ്ഞു നടക്കുന്ന അവസ്ഥകളുണ്ടാകും, മറുപടി കിട്ടാത്ത അവസ്ഥകളുണ്ടാകും, വാതിലുകൾ തുറക്കാത്ത അവസ്ഥകളുണ്ടാകും, പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒരു വഴിയും തുറക്കാത്ത അവസ്ഥകളിലൂടെ, നാളുകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഉപവസിച്ചു, എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എന്തിനു വേണ്ടി ഞാൻ കണ്ണീരൊഴുക്കി എന്നൊക്കെ ചോദിക്കത്തക്കവണ്ണം അനുഭവത്തിന്റെ തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും അവിടെ ദൈവം പറയുകയാണ്, പക്ഷെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉത്തരമരുളുന്ന ദൈവമാ, ഞാൻ ഉത്തരമരുളുന്ന ദൈവമാ. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല, നിങ്ങൾ തോന്നുമെങ്കിലും വിചാരിച്ചിരിക്കുക, ചിന്തിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരമരുളും. അത് കഴിഞ്ഞിട്ട് വേറൊരു വാഗ്ദത്തം കൂടെ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതാനുഭവങ്ങൾ എന്തായിരുന്നാലും, വെള്ളം കിട്ടാതെ ചിലപ്പോൾ തെരഞ്ഞു നടക്കേണ്ടി വന്നാലും, ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു പോയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, ഞാൻ നിങ്ങളെ കൈവിടുന്ന ഒരു ദൈവമല്ല. 2024 ആദ്യ സൺഡേ ഈവനിങ്ങിൽ നമ്മുടെ മുമ്പിൽ ആ ചില മിനിറ്റുകളൂടെ കഴിയുമ്പോൾ അതങ്ങനെ സമയം അങ്ങ് തീരുകയാണല്ലോ, ഓരോ ടൈം സോണിനനുസരിച്ച്. അപ്പോൾ ഓർത്തിരിക്കുക, ദൈവം തരുന്ന വാഗ്ദത്തം ഇതാണ്, തുടർന്ന നാളുകളിൽ ജീവിതാനുഭവങ്ങൾ അല്പം കൂടെ കടുപ്പമേറിയതായിരിക്കും, വിലക്കയറ്റം കൂടുതലായിട്ട് ഉണ്ടായെന്ന് വരും, നാണയപ്പരപ്പം കൂടിയെന്നിരിക്കും, ജോലി സാധ്യതകൾ ചിലപ്പോൾ കമ്പനികളൊക്കെ അടച്ചു പൂട്ടിയെന്നിരിക്കും. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് നമുക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകാം, മാനസികമായ ഞെരുക്കമുണ്ടാകാം, തലമുറകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, സുവിശേഷ പ്രവർത്തനങ്ങളിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷെ ദൈവം പറയുന്നു, ഇതിന്റെയൊക്കെ നടുവിൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്, കൈവിടാത്ത ഒരു ദൈവമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ് 18-ാമത്തെ വാക്യം 41-ന്റെ ഇത് എന്നറിയാമോ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നദികളെയും താഴ്വരയും നടുവിൽ ഉറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അവനെ നീർപ്പോയുകയും നീരുറവയൊക്കെ ആക്കും. വീണ്ടും ഞാൻ പ്രവർത്തിക്കുകയാണ് നദികളിൽ തുടങ്ങിയിട്ട്. എന്നിട്ട് അതിന്റെ കൂടെ 19-ാമത്തെ വാക്യം, ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോവുക. കാരണം മരുഭൂമിയിൽ ഒരിക്കലും വളരുവാൻ സാധ്യതയില്ലാത്ത ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം, പിന്നെ സരളവൃക്ഷം, പൈൻമരം, പുന്ന, ഇതൊക്കെ അവിടെ വെച്ച് പിടിപ്പിക്കുമെന്ന് പറയാണ്. എന്ത് ചെയ്യുന്നു, സാധ്യതയില്ലാത്തടത്ത്, വെള്ളമില്ലാത്തടത്ത് നദികളെ പുറപ്പെടുവിച്ചിട്ട് ആ നദിയുടെ കരയിൽ, ആ നദിയിൽ വെള്ളം ചെല്ലുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഞാൻ ഒരു സാധ്യതയുമില്ലാത്ത ചിലത് വെച്ച് പിടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാമോ, അതിന്റെ പ്രകൃതിയെ തന്നെ മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം നടത്തുവാൻ കഴിയണം. ഒരു സാധ്യതയും ഇല്ലാത്ത ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ തരുവാൻ കർത്താവിന് കഴിയും. നിങ്ങളെ പച്ച പിടിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വന്നു കഴിയുമ്പോൾ. എന്നിട്ട് എന്തുകൊണ്ടാണെന്നറിയാമോ, എന്തിനു വേണ്ടി അത് ചെയ്തെന്നറിയാമോ? 20-ാം വാക്യം, യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കണം. കാരണം ഇതാരാ ചെയ്തതെന്നുള്ളത് സമൂഹം കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കണം. അവർ മനസ്സിലാക്കണം ഇത് അസാധ്യമായ ഒരു കാര്യമാ. മരുഭൂമി കൊണ്ട് ആരെങ്കിലും ബദാം നടാറുണ്ട്? കാലിഫോർണിയയിൽ തന്നാൽ നമുക്ക് ബദാം തോട്ടങ്ങള്, ആൽമണ്ട് പ്ലാന്റേഷൻസ് ഉണ്ട് അല്ലെ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെങ്കില് മരുഭൂമിയിലുണ്ടോ? ഇല്ല. മരുഭൂമിയിൽ ആരെങ്കിലും ബദാം നട്ടാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈ പറയുന്ന വൃക്ഷങ്ങളൊന്നും മരുഭൂമിയിൽ ആരും കൊണ്ട് നടാറില്ല. പക്ഷെ കാരണം എന്താ, അവിടെ അത് പച്ച പിടിക്കത്തില്ല, അത് വളരെ സാധ്യത കുറവാ. പക്ഷെ അങ്ങനെ സാധ്യത ഇല്ലാത്തടത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചു ഞാൻ ഇതിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 48:21. അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓർത്തിരിക്കുക, അവർ നടന്നപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. കാരണം എന്താ? ദാഹിക്കാൻ അവസരം ഉണ്ടാകുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി ദൈവം വെള്ളത്തെ ചാടി പുറപ്പെടുവിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര മധ്യേ ചെങ്കടലും കഴിഞ്ഞിട്ട് സീൻ മരുഭൂമിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. അവർക്ക് ദാഹിച്ചു. പല പ്രശ്നങ്ങളുണ്ട്. അവരടുത്ത് കുടിക്കാൻ വെള്ളം കണ്ടു, മരീചികയിൽ വെള്ളം കണ്ടു, പക്ഷെങ്കിൽ കുടിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അവിടെ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയിട്ട് കാര്യങ്ങൾ നടത്തി. അടുത്തടുത്ത് ചെന്ന് വീണ്ടും ചെല്ലുമ്പോൾ എന്താ, ഒട്ടും വെള്ളമില്ല, വെള്ളം കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അവർക്ക് അവിടെ ആകെ കാണുവാൻ കഴിഞ്ഞതൊരു പാറയായിരുന്നു, ഒരു ശക്തമായ പാറ അല്ലെ. അപ്പൊ യഹോവ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ ആ പാറമേൽ അടിക്കണം. എന്നിട്ട് പറഞ്ഞ എന്താന്ന് അറിയാമോ, നീ ചെങ്കടലിനെ വിഭാഗിച്ച് വടിയുമായിട്ട് ചെല്ലണം, നീ നിലമുക്കാകെ പാറമേൽ അടിക്കണം. പക്ഷെങ്കിൽ നിന്റെ ആ ഉണക്കക്കമ്പ് കൊണ്ടുള്ള അടി കൊണ്ടല്ല ആ പാറ പിളർക്കുന്നത്. ഈ പാറ പിളർക്കുവാൻ അത് അശക്തമാണ്. പക്ഷെങ്കിൽ എന്താണെന്നറിയാമോ, നീ അറിയാതെ, ജനമറിയാതെ ഞാൻ അതിന്മേൽ നിൽക്കും. എന്റെ ശക്തി കൊണ്ട് നീ അടിക്കുമ്പോൾ ഞാൻ അത് ജനത്തിന് മുമ്പിൽ നിന്നെ മാനിക്കേണ്ടതിന് ഞാൻ അതിനെ പിളർന്നു തരാമെന്ന ദൈവം പറഞ്ഞത്. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? അതുപോലെ ചെയ്തു എന്ന് നമുക്കറിയാം. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.008 സെന്റിമീറ്റർ ഒരു വർഷം മഴ പെയ്യുന്ന സ്ഥലത്തെയാണ് മരുഭൂമി എന്ന ഡെസേർട്ട് എന്ന ക്ലാസിഫിക്കേഷനിൽ വരത്തുള്ളൂ. മരുഭൂമി എന്ന ആ ഗണത്തിൽ വരത്തുള്ളൂ. അതിനെ ഗണിക്കണമെങ്കിൽ, പരിഗണനയിൽ എടുക്കണമെങ്കിൽ അത്രയും കുറച്ച് മഴയാ. ഈ 0.008 സെന്റിമീറ്റർ മഴ പെയ്താൽ അത് താഴോട്ട് വീഴുന്നതിന് മുമ്പേ ബാഷ്പീകരിക്കാനുള്ള ജലമേ ഉള്ളെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ആ മരുഭൂമിയിൽ എങ്ങനെ ഇത്രയും പേർക്ക് കുടിപ്പാനുള്ള വെള്ളം ഉണ്ടായത്? മറ്റു കണക്കെല്ലാം മാറിയാലും 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നില്ല, അവരോട് ചേർന്ന ആളുകളുണ്ട്. അപ്പൊ എണ്ണം കണക്ക് എത്ര വേണ്ടിയിരിക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് കൊടുത്തു, അത് ഇതിനകത്ത് വിഷയമില്ല. പക്ഷെങ്കിൽ ഓർത്തിരിക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം വെള്ളം എന്ത് ചെയ്തു? ചാടി പുറപ്പെട്ടു. സംഗതികൾ നമ്മൾ വായിക്കുന്നത് അത് നദി പോലെ ഒഴുകി. അവെല്ലാം എന്ത് ചെയ്തു? പുറത്തേക്ക് വരാൻ ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അതിന്റെ അർത്ഥം. അതെന്ത് ചെയ്തു? പുറത്തോട്ട് വരാൻ വേണ്ടി അത് വെമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? കാരണം അത് യഹോവയായ ദൈവം ഇസഹാക്കും ഇസ്മയേലും ജനിക്കുന്നതിന് മുമ്പേ അബ്രഹാമിനും മക്കളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം താമസിച്ച് ആ വിജാതിയെ വിധിച്ച്, കാരണം അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം അവര് ബഹുസമ്പത്തോടെ മടങ്ങി വരും എന്ന് പറഞ്ഞല്ലേ. അതാണ് ദൈവം കൊടുത്ത വാഗ്ദത്തം അല്ലെ.
അബ്രഹാം ഇതെന്ത് ചെയ്തു? ഇസഹാക്കിനോട് പറഞ്ഞു. അന്നത്തെ വരമൊഴിയേക്കാൾ വാമൊഴിയാണല്ലോ ഇങ്ങനെ ആളുകൾ പറഞ്ഞുള്ള കൈമാറ്റം ചെയ്യുന്ന കാര്യങ്ങൾ, ദൂതുകൾ. അങ്ങനെ അബ്രഹാം എന്ത് ചെയ്തു? ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അത് യാക്കോബിനോട് പറഞ്ഞു. യാക്കോബ് തന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ 70 പേരുമായിട്ട് ഈ പറഞ്ഞ മിസ്രൈമിലേക്ക് പോയി. അപ്പൊ വാഗ്ദത്തത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞു. 3-ാം തലമുറ ആയപ്പോഴേക്കും വാഗ്ദത്തത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ 2 വേ ടിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇനി മടങ്ങി വരുന്നാൽ മതിയല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? 400 സംവത്സരം ആഴ്ച അവർ വർദ്ധിച്ചു, വലിയൊരു സമൂഹമായിട്ട് മാറിയപ്പോൾ മോശയെ ദൈവം വിളിച്ചു. മോശയെ വിളിച്ച് പെസഹാത്തളി ആചരിച്ച് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, കൊണ്ടുവന്നു. മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു ചെങ്കടൽ കടന്ന് ചെങ്കടലിൽ കൂടെ തന്നെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ യഹോവ ദൈവം അതിലെ കൂടെ അവരെ നടത്തി ചെങ്കടലിനെ വിഭാഗിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു. മരുഭൂമിയിൽ എതിലെയാ പോകേണ്ടതെന്ന് മോശയ്ക്ക് അറിയത്തില്ല, വഴി അറിയത്തില്ല. മോശ അതിലെ കൂടെ ഇപ്പുറം കടന്നു പോയിട്ടില്ല, ഒരിടത്തും. ഇതിനകത്ത് ആരും പോയിട്ടില്ല. ബിസിനസ്സുകാരുടെ കൂടെ ആരും പോയ പരിചയങ്ങളൊന്നുമില്ല. GPS ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. പക്ഷെ അവർക്ക് നമുക്കില്ലാത്തതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ട് ഒരു GPS ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ നടക്കുവാൻ ദൈവം ആക്കി വെച്ചൊരു ദൂതനുണ്ടായിരുന്നു. അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് കാവലായി നൽകിക്കൊണ്ട് ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നു. അവർക്കറിയത്തില്ലായിരുന്നു, മോശയ്ക്കറിയത്തില്ലായിരുന്നു, അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു, ഇസഹാക്കിന് അറിയത്തില്ലായിരുന്നു, യാക്കോബിന് അറിയത്തില്ലായിരുന്നു, യോസഫിനും അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ എന്റെ ജനം ഇതുവഴിയാ വരുമെന്ന് അറിയാമായിരുന്ന ഒരു ദൈവം ഇത്രമാത്രം വെള്ളം കുറഞ്ഞ ഒരു സ്ഥലത്ത് ആ വെള്ളത്തെ ശേഖരിച്ചു വെച്ചിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അത് ബാഷ്പീകരിച്ച് പോകാതെ ഇരിക്കേണ്ടതിന് അതിനൊരു ലിഡ് കൊണ്ട് കൊടുത്ത് കവർ ചെയ്തു. നമ്മൾ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കുന്നത് പോലെ, നമ്മൾ ഭരണികളൊക്കെ, കുപ്പികളൊക്കെ, ജാറുകളൊക്കെ അടച്ചു വെക്കുന്നത് പോലെ അതിനൊരു കവർ ചെയ്തു. അത് എന്തായിരുന്നു കവർ എന്നറിയാമോ? ശക്തമായൊരു പാറ. ഒരു വിധത്തിലും സൂര്യന്റെ ചൂട് അകത്തോട്ട് കടക്കാതെ വണ്ണം അവിടെയുള്ള വെള്ളം അവിടെ നിൽക്കത്തക്കവണ്ണം അതിനെ കവർ ചെയ്യാൻ വേണ്ടി മൊത്തം സീൽ ചെയ്യുന്നത് പോലെ ഒരു പാറയെ അവിടെ ഉണ്ടാക്കി. മറ്റുള്ളിടത്തൊന്നും ഒരു പാറയില്ല. ഇവിടെ മാത്രം എങ്ങനെ ഈ പാറ വന്ന മരുഭൂമിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പാറ കൊണ്ട് എന്ത് ചെയ്തു? അതിനെ ലിഡ് പോലെ അതിനെ അടച്ചു വെച്ച് എന്തിനു വേണ്ടിയായിരുന്നോ? ദൈവത്തിനറിയാമായിരുന്നു, വാഗ്ദത്തം ചെയ്തവൻ അറിയാമായിരുന്നു, അരുളപ്പാട് കൊടുത്തവൻ അറിയാമായിരുന്നു. 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അബ്രഹാമിന്റെ സന്തതി പരമ്പര ഇതുവഴി കടന്നു വരുമ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവജനമേ ഓർത്തിരിക്കുക, അരുളപ്പാടുകൾ നൽകുന്ന ഒരു ദൈവം അതിനെ നിവർത്തിക്കുന്ന ദൈവമാണെന്ന് ഓർക്കണം. അരുളപ്പാട് പ്രാപിച്ചവർ മറിഞ്ഞുപോയാലും അരുളപ്പാട് കേട്ടവർ, അത് കൈമാറ്റം ചെയ്തവർ, മൊഴിമാറ്റം ചെയ്തവർ, അവർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയാലും അരുളപ്പാട് കൊടുത്തവനൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവൻ നിവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. 2024 അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് പുതുതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരുവാൻ 2024 ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ, അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ 2024 അവൻ ചെയ്തിരിക്കും, അതവൻ നടത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, സകല അസാധ്യതകളുടെ നടുവിൽ സാധ്യതകൾ ഉളവാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ആ നദി എന്ത് ചെയ്തു? വെള്ളം ചാടി പുറപ്പെട്ടു, നദി പോലെ ഒഴുകി. ജനത്തിന് കുടിപ്പാനും, ജനത്തിന് മാത്രമല്ല കന്നുകാലികൾക്കും എല്ലാത്ത ആവശ്യത്തിനും തികയുന്ന ഒരു വെള്ളം. അത്രയിടയിൽ ദൈവം എന്ത് ചെയ്തു? ദൈവം അവിടെ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്ന് ഓർക്കണം. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി 2024 ചിലത് പുതുതായിട്ട് ചെയ്യണമെങ്കിൽ അവന്റെ സ്റ്റോർ ഹൗസിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കൈമാറ്റം ചെയ്താൽ മാത്രം മതി. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ദൈവം എന്റെ ജീവിതത്തിൽ, ദൈവം എന്റെ കുടുംബത്തിൽ, ദൈവം എന്റെ തലമുറയിൽ പുതിയതൊന്ന് ചെയ്യുവാൻ 2024 ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? അഡ്വാൻസ് ആയിട്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുമോ? ദൈവമേ, 2024 പുതിയതൊന്ന് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ പ്രയലയനിൽ, എന്റെ മിനിസ്ട്രിയിൽ നീ അത് പുതിയത് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നന്ദി കർത്താവ് എന്ന് പറഞ്ഞ അഡ്വാൻസ് ആയിട്ട് ഒരു നന്ദി പറയാൻ കഴിയുമോ ദൈവത്തിന്? വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ആ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി 2024 മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ശസ്ത്രത്വം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.